ഫോറസ്റ്റുകാരെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കരുത്. കാരണം അവരൊരിക്കലും ഈ സത്യം പറയുന്ന ഒരു സ്വഭാവം ഇവിടത്തെ പോലെ ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് ഒന്നും ആയിരിക്കത്തില്ല വനംവകുപ്പിൻ്റേത്. കാരണം മലയോര മേഖലയിലെ മനുഷ്യരെ വന്യജീവികളെ ഉപയോഗിച്ച് എങ്ങനെ കുടിയിറക്കം നടത്താമെന്ന റിസർച്ച്. നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ നിൽക്കുന്നത് സിഗത്തോട് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് നിൽക്കുന്നത്. അതായത് സിഗത്തോട് ഗ്രാമത്തിലെ കൃഷിഭവന്റെ ഫ്രണ്ടാണ് നിൽക്കുന്നത്. ഇവിടെ നിൽക്കാനുണ്ടായ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ അറിയാമല്ലോ, നമ്മുടെ അഡ്വക്കേറ്റ് ജോണി കെ ജോർജ് എന്ന് പറയുന്ന വക്കീലാണ്. വക്കീലിന്റെ പറമ്പിൽ കഴിഞ്ഞ രാത്രിയിൽ ആന കയറി ഒരുപാട് തെങ്ങ് തൈ, അതായത് ഒരു 6-7 വർഷം കൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു കർഷകന്റെ ശരിക്കും പറഞ്ഞാൽ ഒരു സ്പന്ദനം എന്ന് പറയാൻ കൃഷി. അപ്പോൾ എന്തായാലും നമുക്ക് അഡ്വക്കേറ്റിനോട് തന്നെ ചോദിക്കാം എന്താണ് സംഭവം, അപ്പോൾ എന്താണ് ഇതിന്റെ പ്രോസസ്സും കാര്യങ്ങളെന്ന് ചോദിക്കാം. വക്കീലെ നമസ്കാരം. പിന്നെ സാധാരണ ഇങ്ങനെ ഈ കൃഷിനാശം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് സാധാരണക്കാർക്ക് അറിയില്ല. എനിക്ക് വലിയ കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും ഞാൻ ഇങ്ങനെ ഈ ബിബിന് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതിനോട് സഹകരിക്കുന്നത്, ഇത് കണ്ടിട്ട് ഈ സമാനമായ പ്രശ്നങ്ങൾ കേരളത്തിൻ്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ ഒരുപാട് കൃഷിനാശം വന്യമൃഗങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിലൊരു 5% പോലും കൃത്യമായി അതിൻ്റെ പരാതികൾ നൽകുകയോ അതിൻ്റെ പ്രോസസ്സ് ചെയ്യുകയോ ചെയ്യുന്നില്ല. നമ്മൾ ഏറ്റവും ആദ്യം ഇന്ന് ചെയ്തിരിക്കുന്നത്, ഇന്നിവിടെ കൃഷിഭവനിൽ വന്നു. എല്ലാ ഗ്രാമപഞ്ചായത്തിലും കൃഷിഭവനുണ്ട്. ആ കൃഷി ഓഫീസർക്കാണ് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഉത്തരവാദിത്വം. അപ്പോൾ ഇവിടെ ഈ 6 തരത്തിലുള്ള കാര്യങ്ങൾ ഈ വന്യമൃഗ ആക്രമണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ക്ലെയിം ചെയ്യാറുണ്ട്. 1 ഈ ജീവനാശം ഉണ്ടാകുക, 2 ഇഞ്ചുറി ഉണ്ടാകുക, 3 പ്രോപ്പർട്ടിക്ക് നാശം ഉണ്ടാകുക, 4 കന്നുകാലികൾക്ക് നാശം ഉണ്ടാകുക, പിന്നെ അതുപോലെ തന്നെ ഈ വീടുകൾക്ക് നാശം ഉണ്ടാകുക, മറ്റു വസ്തുവകൾക്ക് നാശം ഉണ്ടാകുക. ഇങ്ങനെ പല ഹെഡിലാണ്. അപ്പോൾ ഈ കൃഷിക്ക് നാശം ഉണ്ടായാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഫോറസ്റ്റുകാരെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കരുത്. കാരണം അവരൊരിക്കലും ഈ സത്യം പറയുന്ന ഒരു സ്വഭാവം ഒരു പരിധി വരെ അവർക്കില്ല. അവർ ജനങ്ങളുമായിട്ട് ഇടപെട്ടുകൊണ്ടല്ല, അവർക്ക് കൃഷിനാശം ഉണ്ടാകുന്നിടത്തോ വന്യമൃഗശല്യം ഉണ്ടാകുന്നിടത്തോ ഇവർ ഇടപെടത്തില്ല. പകരം എവിടെയെങ്കിലും ആരെങ്കിലും ഒരു എലിയെ പിടിച്ചു കഴിഞ്ഞാൽ അതിനെ നിരത്തി നിർത്തിയിട്ട് അതിൻ്റെ മുന്നിൽ ഫോട്ടോ എടുക്കാനൊക്കെ ആണെങ്കിൽ അയ്യോ ഇപ്പോഴങ്ങനെയാണെന്നല്ലോ. ഞാൻ എലിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞു എവിടെയെങ്കിലും ഒരു പന്നിയാകണമെന്നില്ല, പന്നിയിലെയാന്ന് പറഞ്ഞാൽ മതി. എങ്കിൽ പോലും അതിൻ്റെ പുറകെ പോകാനായിട്ട് ആൾക്കാർക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. എന്നാൽ ഒരു വനാതിർത്തി അല്ലെങ്കിൽ ഒരു മലയോര മേഖലയിലെ കൃഷിനാശം ഉണ്ടാക്കുന്ന വന്യജീവികൾ വെളിയിലിറങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിനെ തുരത്തുന്നതിനോ അല്ലെങ്കിൽ അതിനെ ഉൾവനത്തിലേക്ക് ഓടിച്ചു വിടുന്നതിനോ ഒന്നും ഇവർ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ വനം വകുപ്പിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കരുത്. ഇവർ കണക്കാക്കുന്നത് ഇപ്പോൾ ഒരു 7 കൊല്ലം പ്രായമായ തെങ്ങ്, ഇതിന് ഇവർ കണക്കാക്കുന്നത് ഇവർ 700 രൂപയാണ്. അല്ലെ കായ്ഫലമുള്ള ഒരു തെങ്ങിന് ഇവർ കണക്കാക്കി 700 രൂപയാണ്. അത് തന്നെ കിട്ടാറില്ല. അപ്പോൾ ഇതിൽ യഥാർത്ഥത്തിലുള്ള നഷ്ടം കണക്കാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? കൃഷിഭവനിൽ കൃഷി ഓഫീസർക്ക് ഒരു അപേക്ഷ കൊടുക്കണം. എൻ്റെ കൃഷിയിടത്തിൽ വിളനാശം സംഭവിച്ചിട്ടുണ്ട്, അതിൻ്റെ യഥാർത്ഥത്തിലുള്ള നഷ്ടം എന്താണ് എന്ന് നിങ്ങൾ അവിടെ വന്ന് ആ നഷ്ടം കണ്ട് ഒരു മഹസർ തയ്യാറാക്കി അത് ഒപ്പിട്ട് തരാനായിട്ട് ഒരു റിക്വസ്റ്റ് കൊടുക്കണം, ഒരു ഫോർമൽ റിക്വസ്റ്റ്. അതിൽ നമ്മൾ കൂടുതലൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. അതിൽ നമ്മളുടെ ആധാറിൻ്റെ ഒരു കോപ്പിയും ഒരു ഫോർമൽ റിക്വസ്റ്റും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കൃഷിഭവനിൽ അവർ വളരെ കോപ്പറേറ്റീവാണ്. അവർ നമ്മളുടെ കൂടെ വന്ന് ഈ മഹസർ തയ്യാറാക്കി തരും. അതിൽ യഥാർത്ഥത്തിലുള്ളത് ആക്ച്വൽ വാല്യൂ ആണ്. യഥാർത്ഥത്തിൽ നമുക്കുണ്ടാകുന്ന നഷ്ടം, ഇപ്പോൾ ഒരു തെങ്ങ് നഷ്ടപ്പെട്ടാൽ യഥാർത്ഥത്തിൽ നമുക്കുണ്ടാകുന്ന നഷ്ടം എന്താ? കായ്ഫലമുള്ള തെങ്ങ്. ഇപ്പോൾ എൻ്റെ നഷ്ടപ്പെട്ടിരിക്കുന്ന കഴിഞ്ഞ ദിവസം രാത്രിയിൽ 30 മൂട് തെങ്ങാണ് ആന കയറി നശിപ്പിച്ചിരിക്കുന്നത്. 30 മൂട് തെങ്ങെന്ന് പറയുമ്പോൾ അത് ഇതുവരെ 30 മൂട് തെങ്ങിനെ 7-ാം കൊല്ലം കായ്ഫലം കഴിഞ്ഞ വർഷം കായ്ച്ചു. ഈ വർഷം കായ്ച്ച് 1-ാം വർഷമായ തെങ്ങ്. ഈ തെങ്ങ് മിനിമം നാടൻ തെങ്ങാണ്. കുറ്റ്യാടിയിൽ നിന്ന് കൊണ്ടുവന്ന നാടൻ തയ്യ് വളരെ ലാളിച്ച് പരിപാലിച്ച്, ഇവിടുത്തെ ഈ പരിസ്ഥിതി തീവ്രവാദികൾ പറയുന്ന പോലൊന്നുമല്ല. യഥാർത്ഥത്തിൽ ഇവിടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതും മരങ്ങൾ വളർത്തുന്നതും ഒക്കെ കർഷകനാണ്, അല്ലാതെ ഈ ദന്തഗോപുരങ്ങളിൽ ഇരിക്കുന്നവരല്ല. അപ്പോൾ നമ്മൾ വളരെ അധ്വാനിച്ച് ഈ മണ്ണിനോടും കൃഷിയോടും ഒക്കെ സ്നേഹമുള്ളതുകൊണ്ടും താല്പര്യമുള്ളതുകൊണ്ടും നമ്മൾ അധ്വാനിച്ച് ഇതിനെ ഒന്ന് വളർന്നു വന്ന് കായ്ഫലമായ തെങ്ങ്, ഇത് മിനിമം എത്ര വർഷം കായ്ഫലം തരണം? 70 വർഷം മുതൽ എന്ന് പറയുന്നവരുണ്ട്. നമുക്ക് അത്രയൊന്നും വേണ്ട, പോട്ടെ. പക്ഷേ ഒരു 20 വർഷം മുതൽ 30 വർഷം വരെ കായ്ഫലം തരാമല്ലോ. ഒരു നാടൻ തെങ്ങ് ഒരു വർഷം മിനിമം 80 മുതൽ 120 വരെ നാളികേരം കിട്ടും ഒരു തെങ്ങിൽ നിന്നും. ആ നാളികേരത്തിന് മിനിമം റേറ്റ് ഒരു 30 രൂപ വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ 100 നാളികേരത്തിന് ഒരു തെങ്ങിൽ നിന്നുള്ള ആദായം എത്ര? അപ്പോൾ ഇവർ ഈ കൊടുക്കുന്ന 700 രൂപ എത്ര? അതിനെ മിനിമം ഒരു 20 മുതൽ 30 കൊല്ലം വരെ ഒന്ന് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കുക. അതാണ് യഥാർത്ഥത്തിൽ അതിനുള്ള ആക്ച്വൽ ലോസ്. അങ്ങനെയല്ലേ നമ്മൾ എല്ലാ കാര്യങ്ങളും കണക്കാക്കുന്നത്? അങ്ങനെയല്ലേ നഷ്ടപരിഹാരം മറ്റ് പല കാര്യങ്ങളും കൊടുക്കുന്നത്? ഈ ഫാറ്റൽ ആക്സിഡൻസ് ഉണ്ടാകുമ്പോൾ അങ്ങനെയല്ലേ നഷ്ടപരിഹാരം കണക്കാക്കുന്നത്? പ്രോപ്പർട്ടി അക്വയർ ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ നഷ്ടം കണക്കാക്കുന്നത്? ഈ പറയുന്ന വൈദ്യുതി വേലി
ഈ വൈദ്യുതി വകുപ്പിൻ്റെ വൈദ്യുതി ലൈൻ പോകുന്നതിന് വേണ്ടിയിട്ട് പ്രോപ്പർട്ടി അക്വയർ ചെയ്യുമ്പോൾ അവിടെ നിൽക്കുന്ന മരങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നത് അങ്ങനെയല്ലേ? റോഡിന് വേണ്ടിയിട്ട് പ്രോപ്പർട്ടി അക്വയർ ചെയ്യുമ്പോൾ നഷ്ടം കണക്കാക്കുന്ന മരങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നത് അങ്ങനെയല്ലേ? പിന്നെ എന്നാണ് ഈ വനം വകുപ്പിൻ്റെ നഷ്ടം മാത്രം ഈ എന്തെങ്കിലുമൊക്കെ ഭിക്ഷ കൊടുക്കുന്നത് പോലെ ഈ 700 രൂപ 500 രൂപ 300 രൂപ ഇങ്ങനെയാണ്? അങ്ങനെ ചെയ്താൽ പോരാ. അപ്പോൾ അതിനെതിരെ നമ്മൾ കൃത്യമായിട്ട് ലീഗൽ ഫൈറ്റ് ഇന്ന് തുടങ്ങുകയാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള നഷ്ടം കണക്കാക്കുന്നതിന് വേണ്ടിയിട്ട് ഓഫീസർ ഇപ്പോൾ വരും. നമ്മൾ ഇനി ഇവിടുന്ന് പോകേണ്ടത് ഈ ഉത്തരവാദിത്തപ്പെട്ട വനം വകുപ്പിൻ്റെ ഓഫീസിലേക്കാണ്. അപ്പോൾ അവിടെ കൃത്യമായിട്ട് വിവരങ്ങൾ അറിയിച്ചു. ഇനി അവിടെ ചെന്നിട്ട് അവരുടെയും കൂടെ പ്രസൻസിൽ ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അവരോട് റിക്വസ്റ്റ് ചെയ്യും. ഇവിടത്തെ പോലെ ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് ഒന്നും ആയിരിക്കത്തില്ല വനം വകുപ്പിൻ്റേത്. കാരണം മലയോര മേഖലയിലെ മനുഷ്യരെ വന്യജീവികളെ ഉപയോഗിച്ച് എങ്ങനെ കുടിയിറക്കം നടത്താമെന്ന് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന വനം വകുപ്പിൽ നിന്നും നന്മയൊന്നും പ്രതീക്ഷിക്കേണ്ടതായിട്ടില്ല. ബാക്കി നമുക്ക് അവിടെ കാണാം. താങ്ക് യു. അങ്ങനെ നമ്മൾ സേത്തോട് ടൗണിൽ വന്നു. സേത്തോട് ടൗണിൽ നമ്മൾ ഇനി പോകുന്ന ഫോറസ്റ്റ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ഇവിടെ 2-3 ഫോറസ്റ്റ് സ്റ്റേഷനുണ്ട്. ഐ തിങ്ക് നമ്മൾ കൊച്ചുപോയ്ക്കൽ ഫോറസ്റ്റ് സ്റ്റേഷൻ അണ്ടറിലാണ് ഈ ഒരു സംഭവം എന്നാണ് എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും വക്കീൽ മുന്നേ പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ശരിക്കും പറയാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ഒരു അവയർനെസ് വേണ്ടി കൂടെ ആണെന്ന് വേണ്ടി എടുത്തെടുത്ത് പറയുന്നത്. കാരണം ഒരുപാട് സാധുക്കളായിട്ടുള്ള ജനങ്ങൾ, അതായത് ബുദ്ധിമുട്ടുന്നവർ, അവരുടെ അന്നം, ഒരു നേരത്തെ അന്നമാണ് ഇതുപോലെ കൃഷികൾ. ആ കൃഷികൾ നശിപ്പിക്കുന്ന ഒരു പ്രവണത, അതായത് നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു കൊതുക് വന്നാൽ എന്താ ചെയ്യുക? കൊതുകിനെ നമ്മൾ കൊന്നു കളയും. പക്ഷെങ്കിൽ ഈ വന്യമൃഗങ്ങളെ പോലുള്ള വന്യമൃഗങ്ങൾ വന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ നമ്മൾ നോക്കുകുത്തിയായിരിക്കുന്ന ഒരു അവസ്ഥയിൽ കൂടാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൃഷി, ഇവിടുത്തെ കർഷകരുടെ, മലയോര കർഷകരുടെ ഒരു സ്പന്ദനമാണ് കൃഷി എന്ന് പറഞ്ഞാൽ. ഈ സ്പന്ദനം ഇല്ലാതായി കഴിഞ്ഞാൽ ഈ പറയുന്ന ഫോറസ്റ്റുകാർ പോലും അവര് പോലും ശരിക്കും പറഞ്ഞാൽ കഴിക്കുന്നത് ഈ പറയുന്ന കൃഷിക്കാരുടെ സ്പന്ദനമാണെന്ന് വേണം കൂട്ടിച്ചേർക്കാൻ. എന്തായാലും വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. ഒരു തെങ്ങിന് 700 രൂപയാണ് നമ്മുടെ വനം വകുപ്പ് കൊടുക്കുന്നതെന്ന്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് നമ്മുടെ ഒരു അവസ്ഥയെ, മലയോര കർഷകരുടെ ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ വാക്കുകളില്ല. കാരണം എന്താണ് ഇതിനൊക്കെയാണ് മാറ്റം വരുന്നത്. അതായത് ഒരു തരത്തിലുള്ള കർഷകരോട് മാത്രം ഒരു തരത്തിലുള്ള ഒരു മാടമ്പിത്തരവും, അതായത് ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം ശമ്പളം കൂട്ടി കൊടുക്കുന്നുണ്ട്, അവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഇവിടുത്തെ സാധാരണപ്പെട്ട കർഷകർക്ക് റബ്ബറിന് വിലയില്ല, ഒന്നിനും വിലയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. കർഷകരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അവർക്ക് വേണ്ടി ആരും ശബ്ദിക്കാനില്ല. ശബ്ദിക്കുന്നവരെ എങ്ങനെയും ഇല്ലാതാക്കണം, എങ്ങനെയും കേസിൽ കുടുക്കി നശിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചില നിഗൂഢ ശക്തികൾ, കാർബൺ ഫണ്ടിനെ പോലുള്ള അങ്ങനെയുള്ള ഒരുപാട് ശക്തികൾ വനത്തിന്റെ വിസ്തൃതി കൂട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നീചവും അതിക്രൂരവുമാണ്. അത് ചിന്തിക്കാതെ വനത്തിന്റെ വീതി കൂട്ടണം, വനത്തിന്റെ ഇത് കൂട്ടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിക്കുന്ന ശുദ്ധ ആഭാസതരത്തിന് വേറെ സംസാരം ഇല്ല. നമുക്ക് എന്തായാലും വളരെ സങ്കടമുണ്ട്. എന്തായാലും നമ്മൾ മുന്നോട്ട് പോവുകയാണ് നേരെ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക്.